ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 4 മത്സര T20 പരമ്പരയ്ക്ക് ഇന്ന് ഡർബനിൽ തുടക്കമാവുകയാണ്. ഇത് തുടർച്ചയായ 2ാം വർഷമാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിൽ T20 പരമ്പര കളിക്കുന്നത്. കഴിഞ്ഞ വർഷം 3 മത്സര T20 പരമ്പരയിലായിരുന്നു ഇരു ടീമുകളും ഏറ്റുമുട്ടിയത്. അന്ന് പരമ്പരയിലെ ആദ്യ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചപ്പോൾ അവസാന 2 കളികളിൽ ഇരു ടീമുകളും ഓരോന്ന് വീതം ജയിച്ച് പരമ്പര സമനിലയിലായി. അന്ന് പരമ്പരയിലെ അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടി ഇന്ത്യയുടെ വിജയശില്പിയായ സൂര്യകുമാർ യാദവാണ് ഇക്കുറി ഇന്ത്യയെ നയിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലുള്ള കളിക്കാർ ഇല്ലാതെയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് എത്തിയിരിക്കുന്നത്. യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, വാഷിംഗ്ടൺ സുന്ദർ, മുഹമ്മദ് സിറാജ് എന്നിവർക്ക് ടെസ്റ്റ് പരമ്പര വരുന്നതിനാലാണ് ദക്ഷിണാഫ്രിക്കൻ T20 നഷ്ടമായത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ വർഷം നടന്ന T20 പരമ്പരയിൽ കളിച്ച ടീമിൽ അടിമുടി മാറ്റവുമായാണ് ഇക്കുറി ഇന്ത്യ ഇറങ്ങുന്നത് എന്ന് ചുരുക്കം. കൃത്യമായി പറഞ്ഞാൽ 11 മാറ്റങ്ങളാണ് കഴിഞ്ഞ തവണ കളിച്ച ടീമിൽ ഇന്ത്യ വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ടീമിൽ ഇല്ലാതിരുന്ന മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണും ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയും ഇത്തവണ ടീമിലെ പ്രധാനികളാണ്. ദക്ഷിണാഫ്രിക്കയിൽ കഴിഞ്ഞ തവണ പര്യടനം നടത്തിയ ഇന്ത്യൻ ടീമിൽ ഇക്കുറി വന്ന മാറ്റങ്ങൾ ടീമിനെ രക്ഷിക്കും എന്ന് തന്നെയാണ് പരിശീലകന്റെയും വിശ്വാസം. ഏറ്റവും വലിയ മാറ്റം ടീമിലേക്ക് പുതുതായി വന്ന താരങ്ങൾ തന്നെയാണ്. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, രമൺദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ആവേശ് ഖാൻ, യശ് ദയാൽ, വിജയ്കുമാർ വൈശാഖ് എന്നിവരാണ് T20 ടീമിലേക്ക് പുതുതായി വന്ന താരങ്ങൾ. ഇതിൽ തന്നെ സഞ്ജുവും അക്സർ പട്ടേലും ടീമിന് കരുത്തേകും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതിൽ തന്നെ സഞ്ജുവിന്റെ കഴിഞ്ഞ പരമ്പരയിലെ പ്രകടനം ഒരുപാട് പ്രശംസകൾക്ക് വഴിവെച്ചിരുന്നു. ടീമിലെ മറ്റൊരു മാറ്റം ടീമിൽ നിന്ന് പുറത്തായ താരങ്ങളാണ്. ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, രുദ്രാജ് ഗേക്വാദ്, ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ദീപക് ചഹൽ, മുഹമ്മദ് സിറാജ്, മുകേഷ് കുമാർ എന്നിവരാണ് ടീമിൽ നിന്ന് പുറത്തായവർ. അതേസമയം 2023 ദക്ഷിണാഫ്രിക്കയിൽ കളിച്ച ഇന്ത്യയുടെ T20 ടീമിൽ സൂര്യകുമാർ യാദവ്, രുദ്രാജ് ഗേക്വാദ്, ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ, യശസ്വി ജയ്സ്വാൾ, ജിതേഷ് ശർമ്മ, ശുഭ്മാൻ ഗിൽ, റിങ്കു സിംഗ്, രവീന്ദ്ര ജഡേജ, തിലക് വർമ്മ, വാഷിംഗ്ടൺ സുന്ദർ, അർഷ്ദീപ് സിംഗ്, ദീപക് ചഹർ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, മുകേഷ് കുമാർ, രവി ബിഷ്ണോയ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ ഇന്ത്യൻ സ്ക്വാഡിൽ ഉള്ളവരെ നോക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ്, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, രമൺദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയ്, അർഷ്ദീപ് സിംഗ്, വിജയ്കുമാർ വൈശാഖ്, ആവേശ് ഖാൻ, യശ് ദയാൽ എന്നിവരാണ് ഉൾപ്പെടുന്നത്.